Hi friends, welcome to KpeesTech. ഞാൻ സുഭാഷ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ നിന്നും മെയിൽ മെർജ് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനൊരു എക്സൽ ഫയൽ എടുക്കുന്നു. ഈ എക്സൽ ഫയലിൽ ഇപ്പോൾ 3 റോസ് ആണുള്ളത്. ഇവിടെ നെയിം, ഇമെയിൽ, എമൗണ്ട്, ഡ്യൂ എന്നെല്ലാം പറഞ്ഞ് ടൈപ്പ് ചെയ്തിരിക്കുന്നു. സപ്പോസ് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ ആവാം. ഇവിടെ പേര്, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, എമൗണ്ട്, ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട്, അതിൻ്റെ ഡ്യൂ ഡേറ്റ്, ഇങ്ങനെ ഒരു എക്സൽ ഫയലിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു എക്സൽ ഫയലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കെല്ലാം ഒരു മന്ത്ലി എൻഡ് ഓഫ് ദ മന്തോ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ഓഫ് ദ മന്തോ നമുക്ക് ഒരു മെയിൽ വിടണം. ഇപ്പോൾ ഫസ്റ്റിലെ പേരാണെങ്കിൽ ഡിയർ മിസ്റ്റർ സോമൻ, ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ പോകണം. നിങ്ങൾ 1000 ഡ്യൂ ആയിരിക്കുന്നു, നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ഈ ഡേറ്റ് ആണ്. ഇത് ഒരാളോ രണ്ടാളോ ഉള്ളുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മെയിലുകളായിട്ട് വിടും. ഒരു 100-200 പേരൊക്കെ ഉണ്ടെങ്കിൽ അത് മാനുവലായിട്ട് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. മൈക്രോസോഫ്റ്റ് എക്സലും അതിന്റെ കൂടെ പവർ ഓട്ടോമേറ്റ്, ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്ത് നമുക്ക് മെർജ് സാധ്യമാക്കാം. മൈക്രോസോഫ്റ്റ് വേർഡിലുള്ള മെയിൽ മെർജിനേക്കാൾ കുറെ കൂടി ഓപ്ഷൻസ് എല്ലാം നമുക്ക് കൂടുതലുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം office.comൽ പോകണം. office.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ നിങ്ങളോട് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറയും. നമുക്ക് മൈക്രോസോഫ്റ്റ് ID ഉണ്ടായിരിക്കണം. മൈക്രോസോഫ്റ്റ് ID ഒരു ഹോട്ട്മെയിൽ IDയോ outlook.com അല്ലെങ്കിൽ hotmail.com എന്നുള്ള മൈക്രോസോഫ്റ്റ് ID നമുക്ക് ഫ്രീ ആയിട്ട് ആ പേജിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലാണ് വരുന്നത്. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മൈക്രോസോഫ്റ്റിന്റെ മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാൻ കഴിയും. ഈ കാണുന്ന ആപ്സ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ കലണ്ടർ ഉണ്ട്, എക്സൽ, വേർഡ്, വൺ നോട്ട്, ഔട്ട്ലുക്ക്, പവർ ഓട്ടോമേറ്റ്, സ്കൈപ്പ്, പവർ പോയിന്റ്, ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു എക്സൽ ഫയൽ നമ്മൾ ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഫയൽ സേവ് ആസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് എ കോപ്പി ടു വൺ ഡ്രൈവ് എന്ന് കാണും. നമ്മളത് വൺ ഡ്രൈവിൽ സേവ് ചെയ്യുന്നു. ഇത് വൺ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇതുപോലുള്ള ഒരു ഫയലാണ് നിങ്ങൾക്ക് മെയിൽ മെർജ് ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് ഈ കോളംസ് ഒന്നും ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ, അതുപോലെ ഈ ഓരോ കോളത്തിലും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഈ ഫയൽ നമ്മൾ ആദ്യം ഒരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഹോമിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫോർമാറ്റ് ആസ് ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ A1 to D4 ഏരിയ സെലക്ട് ചെയ്തിരിക്കുന്നു. മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്, ഈ ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ടേബിളിന്റെ ഹെഡർ ഇതാണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ടേബിള് ഈ എക്സൽ ഫയലിൽ സേവ് ആയിരിക്കുന്നു. ഇനി നമ്മൾ ഈ എക്സൽ ഫയൽ എല്ലാം ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ office.comൽ ഇവിടെ താഴെയുള്ള ഈ ഓൾ ആപ്സ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പവർ ഓട്ടോമേറ്റ് എന്ന് കാണാം. പവർ ഓട്ടോമേറ്റ്, ഈ പവർ ഓട്ടോമേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫങ്ഷൻസ് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അതിനായി നമ്മൾ പവർ ഓട്ടോമേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. പവർ ഓട്ടോമേറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് കാണാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, പുതിയതായിട്ട് ഒരു ഓട്ടോമേറ്റ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ ക്രിയേറ്റിൽ പ്രസ് ചെയ്തു. എന്നിട്ട് ഓട്ടോമേറ്റഡ് ഫ്ലോ, ഇൻസ്റ്റന്റ് ഫ്ലോ, ഷെഡ്യൂൾ ഫ്ലോ, ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ ഇൻസ്റ്റന്റ് ഫ്ലോ, നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴേ വിടുകയാണ് ആ മെയിൽ. അതുകൊണ്ടാണ് ഇൻസ്റ്റന്റ് ഫ്ലോ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ വന്ന് നമുക്ക് ഈ ഫ്ലോയ്ക്ക് ഒരു പേര് കൊടുക്കണം. മെയിൽ മെർജ് എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് മാനുവലി ട്രിഗർ എ ഫ്ലോ, നമ്മൾ മാനുവലി ട്രിഗർ ചെയ്യുകയാണ്. ഇതിന് താഴെ ഇവിടെ ക്രിയേറ്റ് എന്ന് കാണും, അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഫ്ലോയ്ക്ക് ഒരു പേര് കൊടുത്തു. ഇനി ന്യൂ സ്റ്റെപ്പ്, ഈ ന്യൂ സ്റ്റെപ്പിൽ നമുക്ക് ഏത് ഫയലിൽ നിന്നാണോ നമ്മൾ അത് എടുക്കുന്നത്, എക്സൽ ഫയലാണ്. എക്സൽ നമ്മുടെ വൺ ഡ്രൈവില്, എക്സൽ ഓൺലൈൻ ബിസിനസ് ഉണ്ട്, എക്സൽ ഓൺലൈൻ വൺ ഡ്രൈവ്, നമ്മൾ വൺ ഡ്രൈവിലാണ് അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൺലൈൻ എക്സൽ ഫയലാണ്. വൺ ഡ്രൈവ് ക്ലിക്ക് ചെയ്തു. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലിസ്റ്റ് റോസ് പ്രസന്റ് ഇൻ ടേബിൾ. ആ എക്സൽ ഫയലിൽ ലിസ്റ്റ് ചെയ്യുക റോസ് പ്രസന്റ് ഇൻ ദാറ്റ് ടേബിൾ. അതിലൊരു ടേബിൾ ഉണ്ട്, ആ ടേബിളിലെ റോസ് ലിസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ചെയ്തപ്പോൾ ഇതുപോലെ വന്നു. അതിൻ്റെ ഫയൽ നെയിം ചോദിക്കുന്നു, എക്സൽ ഫയൽ നെയിം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച എക്സൽ ഫയൽ നെയിം
നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഫീസ് ഡ്യൂ എന്ന് പറയുന്ന ഒരു എക്സൽ ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അത് സെലക്ട് ചെയ്തു. ഇനി അതിന് താഴെ അതിൽ ടേബിൾ, അതിൽ ആ എക്സൽ ഫയലിലുള്ള ടേബിൾ അത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നമ്മളൊരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എക്സൽ ഫയലിലെ ആ ഡാറ്റ എല്ലാം ഒരു ടേബിളായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ നെയിമാണ് ചോദിക്കുന്നത്. ആ ടേബിൾ 1 അവിടെ സെലക്ട് ചെയ്തു. ഇനി നമ്മളത് സേവ് ചെയ്യുന്നു. അപ്പോൾ എക്സൽ ഫയലും സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, എവിടെ നിന്ന് നമ്മൾ ഇമെയിൽ അയക്കണം, ഔട്ട്ലുക്കിൽ നിന്ന് അയക്കണോ, ജിമെയിലിൽ നിന്ന് അയക്കണോ, ഇതെല്ലാം സെലക്ട് ചെയ്യണം. അതിനായിട്ട് ന്യൂ സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിമെയിൽ സെലക്ട് ചെയ്യാം. അതല്ല ഔട്ട്ലുക്കിൽ നിന്നാണ് ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഔട്ട്ലുക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ഔട്ട്ലുക്ക് ക്ലിക്ക് ചെയ്തു. ഇതിൽ നമ്മൾ ഔട്ട്ലുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് ആക്ഷനാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സെൻഡ് ആൻ ഇമെയിൽ V2 ഇത് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ 2, ഇവിടെ ഇമെയിൽ അഡ്രസ്സിൽ 2 ആർക്കാണ് അത് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ഓട്ടോമേറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ആഡ് ഡൈനാമിക് കണ്ടന്റ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ലിസ്റ്റ് റോസ് പ്രസൻറ്റ് ഇൻ എ ടേബിൾ, നമ്മുടെ എക്സൽ ടേബിളിൻ്റെ ലിസ്റ്റ് അത് സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ റൈറ്റിലായിട്ട് സീ മോർ എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഇമെയിൽ എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി സെൻഡ് ആൻ ഇമെയിൽ V2 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിൽ ഇവിടെ ഇമെയിൽ ടു അഡ്രസ്സ് ഇവിടെ വന്നു. ഇനി നമ്മൾ സബ്ജക്റ്റ്, ഫസ്റ്റ് ആളിൻ്റെ ഇമെയിൽ ID അവിടെ വന്നു. ഇനി സബ്ജക്റ്റ് നമ്മുടെ എക്സൽ ഫയലിൽ ആദ്യം സോമനാണ്. അപ്പോൾ സോമൻ യുവർ ഫീ ഡ്യൂ ആയിട്ടുള്ളത് ഇത്രയാണെന്നെല്ലാം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ആളുടെ പേര് കൊടുക്കുന്നു, നെയിം, കോമ. അപ്പം സോമൻ, നമ്മളതിൻ്റെ സബ്ജക്റ്റ് ഫീ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് നമ്മൾ ഒരു സബ്ജക്റ്റ് കൊടുത്തു. ഫസ്റ്റിലെ പേര്, അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് ആ പേരിൽ പോവും, നെക്സ്റ്റ് ആൾക്ക് അടുത്ത ആ പേരിൽ പോവും. ഇതെല്ലാം പേരുകൾ ഇവിടെ മാറി മാറി വരും. ഫീ ഔട്ട്സ്റ്റാൻഡിങ് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ ബോഡി, ഇവിടെയും നമ്മൾ ഡിയർ, നെയിം കൊടുക്കുക. ഡിയർ കൊടുത്തിട്ട് ഇവിടെ നെയിം. അപ്പോൾ ഡിയർ ഇന്ന ആള്, താഴെ യുവർ ഫീ എമൗണ്ട് ഡ്യൂ ഈസ് റുപ്പീസ്. പിന്നെ നമ്മൾ എമൗണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അയാളുടെ കോളത്തിൽ എത്രയാണോ എമൗണ്ട് അത് അവിടെ ആഡ് ആവും. യുവർ ഫീ എമൗണ്ട് ഡ്യൂ ഈസ് റുപ്പീസ്, പ്ലീസ് പേ ബിഫോർ ഡ്യൂ ഡേറ്റ്. എന്നിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ യുവർ ഫീ എമൗണ്ട് ഡ്യൂ ഈസ് റുപ്പീസ് 1000 ആണെങ്കിൽ 1000, പ്ലീസ് പേ ബിഫോർ ഡ്യൂ ഡേറ്റ്. ആ ഡേറ്റ് അയാളുടെ കോളത്തിൽ ഏതാണോ, ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ സോമൻ, യുവർ ഫീ എമൗണ്ട് ഡ്യൂ ഈസ് 1000 ആൻഡ് ഡ്യൂ, ആ ഡ്യൂ ഡേറ്റ് ഇവിടെ വരും. ഇപ്പോൾ നമുക്കിത് ഓരോന്നിനും ഡിഫറെൻറ്റ് ഡേറ്റുകളൊക്കെ ആവാം. ഇത് 11ാം മാസം ആവാം. ഏത് മാസമാണോ അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി നമ്മൾ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് സുഭാഷ്, വട്ടവർ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ മാനേജറോ എന്താണ് പേര് അത് നമുക്കതുപോലെ കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തു. ടു അഡ്രസ്സ് കൊടുത്തു, അതിൻ്റെ സബ്ജക്റ്റ് നെയിം, അത് നെയിം എന്ന് മാത്രം കൊടുത്തു. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആഡ് ചെയ്യും. ഈ ആൾക്ക് കിട്ടുമ്പോൾ അയാളുടെ പേരും അയാളുടെ എമൗണ്ടും അയാളുടെ ഡ്യൂ ഡേറ്റും ആയിരിക്കും അവിടെ. ഇനി നമുക്ക് ഇതിൽ ഷോ അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട്. ഈ അഡ്വാൻസ് ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫയലുണ്ട്, ഇത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അത് അറ്റാച്ച് ചെയ്യാം. CC അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, BCC അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതെല്ലാം കൊടുത്ത് നമ്മൾ സേവ് ചെയ്തു. ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നമ്മളത് സേവ് ചെയ്തു. മെയിൽ മെർജ് എന്ന് പറയുന്ന ഈ പേരിൽ. ഇനി നമ്മൾ ബാക്കിലേക്ക് പോയി നമുക്കിവിടെ എല്ലാം കാണാം. സ്റ്റാറ്റസ് ഓൺ ക്രിയേറ്റഡ് ഡേറ്റ്, മോഡിഫൈഡ് ഡേറ്റ്, ഇതെല്ലാം കാണാം. ഇത് എക്സൽ ഫയലിൽ നിന്നാണ് പോകുന്നത്, ഔട്ട്ലുക്ക് വഴിയാണ് സെൻഡ് ചെയ്യേണ്ടത്. ഇതിലെല്ലാം നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് റൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ മൈ ഫ്ലോസ് എന്നുള്ളതിൽ ഇവിടെ കാണാം. ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ഇനി എപ്പോഴാണോ നമുക്ക് വിടേണ്ടത് ആ സമയത്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇതെല്ലാം നോക്കി നമുക്ക് റൺ ചെയ്യണം. റൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ റൺ ഫ്ലോസ്, മെയിൽ മെർജ്, ഇതെല്ലാം ടിക്ക് മാർക്ക് കൂടെ കാണാം. എക്സൽ വൺ ഡ്രൈവിൽ കണക്ട് ചെയ്തു. ഔട്ട്ലുക്കും ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇത് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ ലോഗിൻ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ പ്രസ് ചെയ്തു.
ഫ്ലോസ് റൺ ചെയ്യാൻ പോകുന്നു. റൺ ഫ്ലോ. ടിക്ക് മാർക്ക് വന്നു. ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേർക്കും ഒറ്റയടിക്ക് മെയിൽ പോയി കഴിഞ്ഞു. ഡൺ, ഫിനിഷ്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ മെയിൽ വന്നത് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു മെയിൽ ID kpees.net@gmail.com എന്ന് വെച്ചിട്ടുണ്ട്. ആ മെയിലിലേക്ക് വന്ന് ഇപ്പോൾ വന്ന മെയിൽ ഫ്രം സുഭാഷ്. ഡിയർ സുഭാഷ്, നമ്മൾ ആ സബ്ജക്റ്റിൽ വെച്ച് യുവർ ഫീ എമൗണ്ട് അത് സബ്ജക്റ്റിൽ വന്നു. ഡിയർ Subhash, your fee amount due is ₹200. Please pay before due date. ഈ എക്സലിലുള്ളത് സുഭാഷ് 200 ആണ് ഡ്യൂ. ഈ ഡേറ്റിന് ഡ്യൂ ആവുന്നു. ഇതുപോലെ മറ്റുള്ള ഇമെയിൽ ID-കളിലേക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അത് സെൻഡ് ആവുന്നു. നമ്മൾ ഓരോ ആളിൻ്റെ പേരും എമൗണ്ടും ഡേറ്റും ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള കോളമല്ല, ഇതിൽ അഡീഷണൽ കോളംസ് എല്ലാം ആഡ് ചെയ്യാം. നിങ്ങളുടെ ഡാറ്റ ഡിഫറെൻ്റ് ആണെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ മെയിൽ മെർജ് സാധ്യമാവുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്